എല്ലാം തകർന്നു പോയി എന്നെ നോക്കി പറഞ്ഞവർ ഇനി മേലാലുയരുകയില്ല എന്ന് പറഞ്ഞു ചിരിച്ചവർ. എല്ലാം തകർന്നു പോയി എന്നെ നോക്കി പറഞ്ഞവർ ഇനി മേലാലുയരുകയില്ല എന്ന് പറഞ്ഞു ചിരിച്ചവർ. എന്നാലും നീ എന്നെ കണ്ടതോ അതിശയം. എന്നുണർവിൻ പുകഴ്ചയെല്ലാം നിനക്കൊരുവനു മാത്രമേ. എന്നാലും നീ എന്നെ കണ്ടതോ അതിശയം. എന്നുണർവിൻ പുകഴ്ചയെല്ലാം നിനക്കൊരുവനു മാത്രമേ. നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം യേശുവേ. നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം യേശുവേ. ഉടഞ്ഞുപോയ പാത്രമാണ്, ഉപയോഗമറ്റിരുന്നു. ഒന്നിനും ഉതകാതെ തള്ളപ്പെട്ടു കിടന്നിരുന്നു. ഉടഞ്ഞുപോയ പാത്രമാണ്, ഉപയോഗമറ്റിരുന്നു. ഒന്നിനും ഉതകാതെ തള്ളപ്പെട്ടു കിടന്നിരുന്നു. കുശവനെ നിൻകാരം നീട്ടി എന്നെ മെനഞ്ഞല്ലോ. വീണുപോയ ഇടങ്ങളിലെല്ലാം എൻ തലയെ ഉയർത്തിയേ. കുശവനെ നിൻകാരം നീട്ടി എന്നെ മെനഞ്ഞല്ലോ. വീണുപോയ ഇടങ്ങളിലെല്ലാം എൻ തലയെ ഉയർത്തിയേ. നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം യേശുവേ. നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം യേശുവേ. പാട്ടും പ്രസംഗവും എന്ന ഈ പ്രോഗ്രാം കാണുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഈ ഗാനങ്ങളിലൂടെയും ദൈവവചനത്തിലൂടെയൊക്കെയും പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുകയും നിങ്ങളെ സ്പർശിക്കുകയും ചെയ്യുകയും നിങ്ങളിതൊക്കെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫോണിനകത്തൊക്കെ സ്റ്റാറ്റസായിട്ടൊക്കെ ഇടുകയും ചെയ്യുന്നതിലുള്ള നന്ദിയും സ്നേഹവും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഇപ്പോൾ പാടിയ പാട്ടിൻ്റെ വരികളിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ വചനം പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. യിരെമ്യാവിൻ്റെ പ്രവചന പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 2 മുതലുള്ള വാക്യങ്ങളിൽ യിരെമ്യാവിനോട് ദൈവം പറയുന്നു, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക. അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും. ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിൻ്റെ മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായതെന്തെന്നാൽ, ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിന്നോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു. ദൈവത്തിന് ഒരാലോചന പങ്കുവയ്ക്കുവാൻ, ദൈവത്തിന് തൻ്റെ മക്കളോട് ഒരു സന്ദേശം പങ്കുവയ്ക്കുവാൻ ദൈവം യിരെമ്യാവിനോട് പറയുന്നു,
നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക. അവിടെ കുശവൻ തന്റെ ചക്രത്തിനകത്ത് കളിമണ്ണ് കൊണ്ട് ഒരു പാത്രം ഉണ്ടാക്കുകയായിരുന്നു. എന്നാൽ പാതി വഴിയിൽ കുശവന്റെ സ്വപ്നങ്ങൾക്കൊത്തവണ്ണം കയറി വരുവാൻ കഴിയാതെ ആ പാത്രം ചീത്തയായിപ്പോയി. എന്നാൽ ജെറമ്യാ എന്ന പ്രവാചകൻ നോക്കി നിൽക്കുമ്പോൾ തന്നെ, തൻ്റെ ആത്മക്കണ്ണുകളിലൂടെ താൻ നോക്കുമ്പോൾ തന്നെ, ചീത്തയായിപ്പോയ ആ മൺപാത്രത്തെ മറ്റൊരു പാത്രമാക്കി ദൈവം തീർക്കുകയാണ്. ഇന്ന് ഈ സന്ദേശത്തിലൂടെ കർത്താവ് നിങ്ങളോട് പറയുന്നു, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഉടഞ്ഞു പോയ ഒരു പാത്രമാണ്, നിങ്ങൾ ഉപയോഗമറ്റവരാണ്, ഒന്നിനും ഉതകാതെ നിങ്ങൾ തള്ളപ്പെട്ടവരാണ്. എന്നാൽ കുശവന്റെ കരത്തിന് നിങ്ങളെ മറ്റൊരു പാത്രമാക്കി തീർക്കുവാൻ കഴിയും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന, ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ തിരിവിനെ കൊണ്ടുവരുവാൻ, ഒരു മാറ്റത്തിന്റെ കാറ്റിനെ അടുപ്പിക്കുവാൻ സർവശക്തനാകുന്ന ദൈവത്തിന് സാധ്യമാണ്. ഒരിക്കലും കളിമണ്ണ് പ്രതീക്ഷിച്ചില്ല താൻ മറ്റൊരു പാത്രമായി തീരുമെന്ന്. എന്നാൽ ആ കളിമണ്ണ് തകർന്നപ്പോഴും, അത് ഉടഞ്ഞു പോയപ്പോഴും, കുശവന്റെ പ്രതീക്ഷകൾക്കൊത്ത് കയറി വരുവാൻ കഴിയാതെ അത് പൊളിഞ്ഞു പോയപ്പോഴും, കുശവന്റെ ശാല വിട്ടു പോകാതെ ആ ചക്രത്തിന്റെ മേൽ തന്നെ, അല്ലെങ്കിൽ കുശവന്റെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചു കൊടുത്തതിനാൽ, ആ പ്രസൻസ് ഓഫ് ഗോഡിൽ തന്നെ ആ കളിമണ്ണ് കിടന്നതിനാൽ അതിന് മറ്റൊരു പാത്രമാകുവാൻ കഴിഞ്ഞു. പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. പ്രതികൂലങ്ങൾ ഒരു പക്ഷേ ജീവിതത്തിലേക്ക് ആഞ്ഞടിച്ചേക്കാം. നിങ്ങൾ ഇന്ന് പല പ്രതികൂലങ്ങളെ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം. എല്ലാം അവസാനിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. എന്നെ കാണുന്ന പ്രിയപ്പെട്ട സഹോദരിയോട്, സഹോദരനോട് കർത്താവ് പറയുന്നു, എല്ലാം കഴിഞ്ഞു, എല്ലാം അവസാനിച്ചു, ഇത്രയൊക്കെ ഉള്ളൂ എന്ന് ചിന്തിക്കരുത്. സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് പറയുന്നു, നിങ്ങളെ മറ്റൊരു പാത്രമാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും. ഞെട്ടിക്കുന്ന നിലകളിൽ, മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന നിലകളിൽ, എല്ലാം തകർന്നു പോയി എന്ന് എന്നെ നോക്കി പറഞ്ഞവരുടെ നടുവിൽ, ഇനിമേലാൽ ഉയരുകയില്ല എന്ന് വിധിച്ചവരുടെ നടുവിൽ, സർവശക്തനാകുന്ന ദൈവത്തിന്റെ കരം നിങ്ങളെ ഉയർത്തും, നിങ്ങളെ മാനിക്കും, നിങ്ങളെ ഒരു അത്ഭുതമാക്കി തീർക്കും. നിങ്ങളെ മറ്റുള്ളവർക്കും സമൂഹത്തിനുമൊക്കെ കൊള്ളാവുന്ന ഒരു മാനപാത്രമാക്കി സർവശക്തനാകുന്ന ദൈവം മാറ്റും. ഉടഞ്ഞു പോയ പാത്രമാണ്, ഉപയോഗമറ്റിരുന്നു, ഒന്നിനും ഉതകാതെ തള്ളപ്പെട്ടു കിടന്നിരുന്നു. കുശവനെ നിൻകാരം നീട്ടി എന്നെ മെനഞ്ഞല്ലോ, വീണുപോയ ഇടങ്ങളിലെല്ലാം എൻ തലയെ ഉയർത്തിയേ. കുശവനെ നിൻകാരം നീട്ടി എന്നെ മെനഞ്ഞല്ലോ, വീണുപോയ ഇടങ്ങളിലെല്ലാം എൻ തലയെ ഉയർത്തിയേ. നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം യേശുവേ. നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം യേശുവേ.